മില്യണർ മൈൻഡ് സെറ്റിന്റെ ലോകത്തിലെ 1% ആൾക്കാർക്ക് 82% വെൽത്ത് ഉണ്ട്. കാരണം ജസ്റ്റ് 1% കയ്യിലാണ് 82% വെൽത്തും ഉള്ളത്. നേരത്തെ 82 ഇല്ലായിരുന്നു. അത് ഏറ്റവും വലിയൊരു തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ഇൻഫർമേഷൻ ടെക്നോളജി അവ വന്നപ്പോഴത്തേക്കും 22, 23, 24 വയസ്സായിട്ടുള്ള ചെറുപ്പക്കാർ ഒരുപാട് പേര് മില്യണേഴ്സ് ആയിപ്പോയി. നിങ്ങൾ മറ്റന്നാളൊക്കെ നോക്കുമ്പോഴത്തേക്കും 19 വയസ്സുകാരൊക്കെ ഒരുപാട് പേരെ കാണാം മില്യണേഴ്സ് ആയിട്ടുള്ളത്. അങ്ങനെ കുറെ പേര് കൂടിക്കൊണ്ടാണ് ഞാൻ തരം വന്നത്. അല്ലെങ്കിൽ 1% ആൾക്കാരുടെ കയ്യിലാണ് 95% വെൽത്ത് ഉണ്ടായിരുന്നത്. നേരത്തെ 95% എന്റെ വെൽത്ത് കിടന്നിരുന്നത് 1% ആൾക്കാർ. ഇപ്പൊ അത് 80% ആൾക്കാരില് 80% വെൽത്ത് 1% ആൾക്കാരിലാണ്. രണ്ടാമത്തെ ഗ്രൂപ്പ് 26% ആൾക്കാർക്കും കൂടെ കൂടിയിട്ട് 10% വെൽത്തേ ഉള്ളൂ. അതാരാണ്? ഈ ആദ്യത്തെ 1% ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർ ഡിഗ്രി ഇല്ലാത്തവരാണ്, കോളേജിൽ നിർത്തിപ്പോയവരാണ്. നമ്മുടെ കേരളത്തിലെ ഒരു വലിയ ചിട്ടി കമ്പനി, ഏറ്റവും വലിയ ചിട്ടി കമ്പനി, അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ എല്ലാവർക്കും അറിയാം. പക്ഷെ അദ്ദേഹത്തിന്റെ കഴിവ് എന്താണ്? കമലഹാസന്റെ വിദ്യാഭ്യാസം എല്ലാവർക്കും അറിയാം. സ്കൂൾ പോലും അദ്ദേഹം ഫിനിഷ് ചെയ്തിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ അറിവ് എന്താണ്? ഇപ്പൊ ലോകത്തിലുള്ള ഒരുപാട് കോടീശ്വരന്മാർ, ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പേ ഇവിടെ പറഞ്ഞിട്ടുള്ളത് മിസ്റ്റർ യൂസഫ് അലിയുടെ കഥ തന്നെ പറയും. അദ്ദേഹം ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റാങ്ക് വാങ്ങിച്ചിട്ടുണ്ടോ? റാങ്ക് വാങ്ങിച്ചിട്ടുള്ളവർ ആരെങ്കിലും കോടീശ്വരന്മാരായിട്ട് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾക്ക് എല്ലാ സാധ്യതയുണ്ട്. കാരണം ഞാൻ പാടുപെട്ടാണ് വളരെ എന്റെ ജീവിതത്തിൽ ഏറ്റവും അച്ചീവ്മെന്റ് വീട്ടൊക്കെ എടുത്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ സാധ്യതയാണ്. കാരണം വെച്ചാൽ അവർക്ക് ഈ ഇതിൽ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? ഇതിന് മിക്കവാറും പേരെല്ലാം നല്ല ഹൈ എഡ്യൂക്കേഷൻ ഉള്ളതും ഞാൻ ചോദിക്കട്ടെ, ഞാൻ മുമ്പേ പറഞ്ഞ കെട്ടിടം നമ്മൾ 10 ഏക്കർ സ്ഥലം കണ്ടെത്തി കൊടുത്തതേ ഉള്ളൂ. അദ്ദേഹമായിട്ട് നെഗോസിയേഷൻ നടത്തിയിട്ട് നമ്മൾ എഗ്രിമെന്റ് വെച്ചിട്ട് 2 വർഷത്തേക്ക് 1 വർഷത്തേക്കുള്ള പേയ്മെന്റ് ഷെഡ്യൂളും പറഞ്ഞ് അഡ്വാൻസും കൊടുത്തിട്ട് പേപ്പർ മാത്രമേ കൊടുത്തുള്ളൂ. ബാക്കി എല്ലാം ചെയ്തവരാണ് ആർക്കിടെക്റ്റാണ്, അഡ്വർടൈസിംഗ് കമ്പനിയാണ്, മാർക്കറ്റിംഗ് കമ്പനിയാണ്, പത്രങ്ങളാണ്. ഇദ്ദേഹം ഇവിടെ ഇരുന്നത് വെറുതെ ഒരു മുറിക്കാതിരുന്നതാണ്. പക്ഷെ ഇദ്ദേഹം മറ്റവർക്കൊന്നും ഇല്ലാത്തൊരു സംഭവം അദ്ദേഹത്തിനുണ്ട്. വാട്ട് ഇസ് ദാറ്റ്? കോർഡിനേഷൻ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് കോർഡിനേഷൻ ഒക്കെ വലിയവരെ കൊണ്ട് ചെയ്യിക്കാം. ബിഗ് ഡ്രീംസ് എന്നുള്ളതിന് കഴിഞ്ഞ് കുറച്ചുകൂടെ ഇമാജിനേഷൻ. ആ 10 ഏക്കർ സ്ഥലം കണ്ടപ്പോ തന്നെ അല്ലെങ്കിൽ അവിടെ ഈ പറഞ്ഞ 110 സ്ഥലങ്ങളുടെ കെട്ടിടം അവിടെ ഉണ്ടായി കഴിഞ്ഞു. അങ്ങനത്തെ സംഭവം അവിടെ വന്നു കഴിഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ആ പ്ലെയിൻ എല്ലാം വന്നത്. അപ്പൊ ഇവർക്ക് ഈ 26% ആൾക്കാര് ആർക്ക് വേണ്ടി ജോലി ചെയ്യും? 1%ന് വേണ്ടി. 1%കാരൻ കാശുണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ നേരത്തെ ക്ലാസ്സിൽ ഇരുന്ന ഒരാള് അദ്ദേഹം എക്സ്പോർട്ടും മറ്റുമൊക്കെ ആയിട്ട് ഇറങ്ങി തിരിച്ചു. മറ്റു പല രാജ്യങ്ങളുടെ ഓഫീസും ഒക്കെ എടുത്തു. എല്ലാം ചെയ്തു കൊടുക്കുന്ന ആരാണ്? അദ്ദേഹത്തിന് ചാർട്ടേഡ് അക്കൗണ്ടന്റും ലോയറും കൂടാണ് ചെയ്തു കൊടുക്കുന്നത്. പറയുന്ന ഫീസ് കൊടുക്കുന്നത്, അതിൽ കൂടുതൽ ഫീസ് കൊടുക്കുന്നത്. അവരുടെ അറിവുകൾ മുഴുവനും വെച്ച് ഇദ്ദേഹം കോടികൾ ഉണ്ടാക്കുന്നതാണ്. അപ്പം ബില്യണേഴ്സ് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവുള്ളവര് നിങ്ങൾക്ക് ഭയങ്കര സ്കോപ്പാണ്. മറ്റുള്ള അറിവുള്ളവരെ, നമുക്ക് അറിവെന്ന് പറയുന്നത് അറിവില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നമല്ല. അറിവുള്ളവരെ നമുക്ക് പർച്ചേസ് ചെയ്യും. അപ്പൊ ബില്യണേഴ്സ് ഉപയോഗിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ എത്ര വലിയ അറിവ് കാശ് കൊടുത്ത് വാങ്ങിക്കാം. അതുപോലെ വലിയ അക്ഷരങ്ങൾ എഴുതി വെച്ചു. ലോകത്തിലുള്ളത് മുഴുവൻ പഠിക്കണ്ട. കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ലോകത്തിലുള്ള എത്ര വലിയ അറിവ് നിങ്ങൾക്ക് കാശുണ്ടെങ്കിൽ സ്റ്റീഫൻ സ്പീൽബർഗിനെ കൊണ്ട് പടം ഉണ്ടാക്കിയിട്ടില്ല, കാശ് കൊടുത്താൽ മതി. നമ്മൾ പടത്തെ കുറിച്ച് എല്ലാം പഠിക്കേണ്ട കാര്യമില്ല. ലോകത്തിന്റെ അവതാരണം മറ്റേ ഒരു പടം ഇറങ്ങി ഭയങ്കര ഇതായില്ല. അതിനെ കഴിഞ്ഞും വലിയൊരു സംഭവം കാമറൂന്റെ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത പടം കാമറൂന്റെ വെച്ചപ്പോൾ കാശ് കൊടുത്താൽ മതി. ഇനി നമ്മുടെ ലോകത്തിലെ ലാൻഡ്മാർക്ക് ഫീച്ചേഴ്സ് ആണ് ഈ ജുറാസിക് പാർക്ക്, ടൈറ്റാനിക്, അവതാറൊക്കെ. ഇനി നമ്മൾ ആരും കേട്ടിട്ടില്ലാത്തൊരു കൺസെപ്റ്റ് 2015 ഇതിനകത്ത് എനിക്കത് അവതാറാന്ന് തോന്നുന്നത് ഏറ്റവും ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞിട്ടുള്ള മൂവി. ആയിരക്കണക്കിന് കോടി ഡോളർ കിട്ടിയ മൂവി. പക്ഷെ അതിന്റെ 10 ഇരട്ടി പൈസ കിട്ടുന്ന മൂവി ഇനി ഇറങ്ങും. സംശയമുണ്ടോ?
അതെന്താന്ന് നമുക്കും ആർക്കും അറിയത്തില്ല. പക്ഷെ അതിനെക്കുറിച്ച് ആരൊക്കെയും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമുക്ക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അറിവുള്ള പല അറിവുകൾ നമുക്കിങ്ങനെ വാങ്ങിക്കാം. സിനിമകളുടെ അറിവിനെ വാങ്ങിക്കാം, ടെക്നോളജിയുടെ അറിവിനെ വാങ്ങിക്കാം, മാർക്കറ്റിംഗിന്റെ അറിവിനെ വാങ്ങിക്കാം. നമുക്ക് എന്ത് അറിവിനെ വേണമെങ്കിലും അറിവിനെ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ ഇതിൽ 26% ആൾക്കാരാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷൻ ഉള്ള ആൾക്കാർ, ഹയസ്റ്റ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉള്ള ആൾക്കാർ. അതിൽ വെച്ചിട്ടാണ് 1% ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നത്. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പ് ഉണ്ട്, 73% ആൾക്കാർ കൂടെ എത്ര ശതമാനം വെൽത്ത് ഉണ്ട്? 8% വെൽത്ത് ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഗവൺമെന്റ് എംപ്ലോയീസ് ഉൾപ്പെടെ, ഓട്ടോറിക്ഷ ഉൾപ്പെടെ, തെങ്ങുകയറ്റക്കാർ ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാം ഇതിൽ പെടുന്നതാണ്. ഗവൺമെന്റിൽ മോശം എന്നുള്ളതല്ല പറഞ്ഞത്, പക്ഷെ വെൽത്ത് ഉണ്ടാക്കിയ ആംഗിളിൽ നോക്കുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ഒരു ജില്ലാ കളക്ടറാണോ നമ്മൾ ആരാധിക്കേണ്ട 1000 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു സംരംഭകനാണോ? നിങ്ങൾ ആർക്കാ വില കൊടുക്കുന്നത്? ആർക്കാ വില കൊടുക്കുന്നത്? അല്ല, ഇന്ന് ജില്ലാ കളക്ടറുടെ മുകളിലിരിക്കുന്ന മന്ത്രി നിങ്ങളെ വന്ന് കാണുന്ന 1000 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം എന്താന്ന് പറ? 1000 എംപ്ലോയീസ് ഇല്ലേ? ആണ്. അപ്പൊ എന്താണ് പൊളിറ്റീഷ്യൻസ് നിങ്ങളോടുള്ള സമീപനം? ഇല്ല, നമുക്ക് അത് 1000 പേര്, നിങ്ങൾക്ക് 20,000 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ നിങ്ങളെ മന്ത്രി വീട്ടിൽ വന്ന് കാണാം. 20,000 എംപ്ലോയീസ് ഉള്ള ഒരാൾ കിങ്ങാണ് അയാള്. അതെ, ഒരു ജില്ലാ കളക്ടർക്കാണോ കേരളത്തിൽ വരെയുള്ളത്? ശ്രീ യൂസഫ് അലിക്കാണോ? ഈ ഇരിക്കുന്നതിൽ ആർക്ക് വേണേലും 1000 എംപ്ലോയീസിനെ വെക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾ ഒന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ 1000 എംപ്ലോയീസ് നിന്നുണ്ടാകും. കേൾക്കാതെ ചിന്തിക്കാതെ പോയി. അപ്പൊ ഇതിൽ പെടുന്നവരെല്ലാം ഏതെങ്കിലും വിധത്തിലുള്ള ജോലിക്കാരായിരിക്കും. ഇതിന്റെ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം കളക്ടറെ ജോലി മോശം എന്നുള്ളതോ, നമ്മുടെ പട്ടാളക്കാരുടെ ജോലി മോശം എന്നുള്ളതോ, ഡോക്ടറെ ജോലി മോശം എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞ് പണം ഉണ്ടാക്കുന്ന ആംഗിളിൽ നോക്കുമ്പോൾ ആദ്യത്തെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പണം ഉണ്ടാക്കുന്ന എൻഡാർട്ടൻഡ് ബില്യനേഴ്സും ഉണ്ട്, എൻലൈറ്റൻഡ് ബില്യനേഴ്സും ഉണ്ട്. എൻലൈറ്റൻഡ് ബില്യനേഴ്സിന് പണം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരും ലൈറ്റ് കത്തുന്ന പോലെ കത്തും. ആ വെളിച്ചത്തിൽ നിന്ന് ലോകത്ത് 1000 സ്ഥലത്ത് അവരതിന് പ്രകാശം കൊടുക്കുകയും ചെയ്യും, മറ്റുള്ളവരെ കത്താൻ സഹായിക്കുകയും ചെയ്യുന്നവരാണ് എൻലൈറ്റൻഡ് ബില്യനേഴ്സ്. അപ്പോൾ ഞാനൊരു 3 ഓപ്ഷൻ തരാം നമുക്ക്. ഹിമാലയത്തിലിരുന്ന് താമസി ചെയ്യുന്ന ഒരു ഋഷിവര്യൻ, ഓക്കെ, ശബരിമല അമ്പലത്തിലെ മേൽശാന്തി, ആസിം പ്രേംജിയെ പോലെ ആൾക്കാർക്ക് നന്മ കൊടുത്തിട്ട് ഒരുപാട് കാശുണ്ടാക്കിയിട്ട് 8800 കോടി രൂപ പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനും ഹൃദയ ശസ്ത്രക്രിയയ്ക്കും ക്യാൻസർ രോഗികളെ ഭേദമാക്കാനും ഒക്കെ കൊടുക്കുന്ന ഒരു പാവം കോടീശ്വരൻ. ഈ 3 പേരെടുക്കുകയാണെങ്കിൽ ആത്മാവിന്റെ ഇതില്, സ്പിരിച്വലിന്റെ ഇതിൽ നോക്കുമ്പോൾ ആരാണ് ശ്രേഷ്ഠൻ? ആരാണ് ശ്രേഷ്ഠൻ? Okay, again I will come back to something else. What is spirituality? What is spirituality? കൂടെയുള്ള ആൾക്കാർക്ക് കൂടുതൽ പ്രയോറിറ്റി, അവരുടെ ഹെൽപ്പ് ചെയ്യാൻ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നതും അവരെ സഹായിക്കുന്നു. വേറൊരു വിധത്തിൽ പറയാം, നമ്മുടെ ഈ സോളിന്, ഈ ആത്മാവിന് ഒരു പർപ്പസ്, നമ്മളൊരു പർപ്പസും കൊണ്ടാണ് വന്നത്. ആ പർപ്പസിലേക്ക് കൂടുതൽ പോകുന്ന ആളും
സോളുമായിട്ട് കണക്ട് ഹീസ് മോർ സ്പിരിച്വൽ. ഓക്കെ, ആ പർപ്പസിൽ നിന്ന് മാറിപ്പോകുന്ന ആള് ലെസ് സ്പിരിച്വൽ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹിമാലയത്തിൽ തപസ് ചെയ്യുന്ന ഋഷിവര്യൻ യോഗിവര്യൻ വലിയ ആത്മാവ് തന്നെയാണ്. ശബരിമല മേൽശാന്തി വലിയ ആള് തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിത ആ സോളിന്റെ പർപ്പസ് അതിനു വേണ്ടിയിട്ട് അദ്ദേഹം വന്നിരിക്കുന്നില്ല. ഇപ്പോ നമ്മുടെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു നമ്മുടെ സിനിമാ നടൻ മമ്മൂട്ടി, പിന്നെ ഷാരൂഖ് ഖാൻ, പിന്നെ അമിതാഭ് ബച്ചൻ, ഇവര് ഹിമാലയത്തിൽ തപസ്സിന് പോവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ആർ ദേ സ്പിരിച്വൽ? ഷാരൂഖ് ഖാൻ ഹിമാലയത്തിൽ തപസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ സ്പിരിച്വൽ ആണോ? അദ്ദേഹം പോയില്ലെന്നുള്ളതല്ല, ഇതിൽ ആര് അദ്ദേഹം അവിടെ പോയി തപസ് ചെയ്യുവാണെങ്കിൽ ഈസ് സ്പിരിച്വൽ, ഈസ് മോർ സ്പിരിച്വൽ. നമ്മുടെ രജനീകാന്തിനെ സംബന്ധിച്ചിടത്തോളം എന്തിരൻ എന്ന് പറഞ്ഞ പടം ഏറ്റവും നല്ല അപൂർവ പടമാക്കി ഇറക്കിയതാണ് സ്പിരിച്വാലിറ്റി. അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ ആവിഷ്കാരം ലോകത്തിന് കൊടുത്തു എന്നുള്ളതാണ് സ്പിരിച്വാലിറ്റി. അപ്പൊ ഹിമാലയത്തിന് വേണ്ടി പോകാനായിട്ട് ഇരിക്കുന്ന ഒരു തപസി പൊക്കോട്ടെ, മേൽശാന്തിയും പൊക്കോട്ടെ. പക്ഷെ ഷാരൂഖ് ഖാന്റെ ആത്മാവിന്റെ ആവിഷ്കാരം എന്ന് പറയുന്നത്, ആത്മാവിന്റെ ആഗ്രഹം ആവിഷ്കാരം പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനകോടികളെ എന്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം അതിലേക്കാണ് പോകുന്നത്. വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ സോളിന്റെ പർപ്പസ്, നമുക്ക് അതാണ് വൈകുന്നേരം നമ്മൾ കുറച്ചുകൂടെ നിങ്ങളുടെ ഈ ജന്മം എടുത്തതിന്റെ പർപ്പസ്, ആ ഒരു പർപ്പസ് ഉണ്ടാവും. ആ പർപ്പസ് കണ്ടെത്തിയിട്ട് അതൊരു പക്ഷേങ്കിൽ അത് ഈ പറഞ്ഞൊരു 100 കോടി രൂപയെങ്കിലും വെൽത്ത് ഉണ്ടാക്കിയിട്ട് ലോകത്തിൽ ഒരുപാട് നന്മ ചെയ്യുകയും നിങ്ങളും അതിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുകയും നിങ്ങൾ ഇല്ലാത്ത കാലത്ത് നിങ്ങളൊരു 10-5 വർഷത്തേക്ക് ജീവിച്ചിരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയാണ്. സ്പിരിച്വാലിറ്റി ഞാൻ കൊടുക്കുന്ന നിർവചനം മനസ്സിലാവും. നമ്മുടെ ആത്മാവിന്റെ ആവിഷ്കാരം എന്താണോ അതിലേക്ക് മാത്രം നമ്മൾ പോകുന്നതാണ്. ആ സമയത്ത് ഇപ്പൊ തന്നെ ഷാരൂഖ് ഖാൻ ഈ അഭിനയം നിർത്തിയിട്ട് പന്ത് കളിക്കാൻ പോവുകയാണെങ്കിൽ വി വിൽ നോട്ട് അപ്രീഷിയേറ്റ്. സച്ചിൻ തെണ്ടുൽക്കർ സിനിമയിൽ അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ വി മേ നോട്ട് അപ്രീഷിയേറ്റ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ ആവിഷ്കാരം വരുന്നത് ഇതിലേക്ക് മാത്രം വരുമ്പോഴത്തേക്കാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഈ 3 കൂട്ടത്തിലുള്ള ആൾക്കാരെ പിടുത്തം കിട്ടിയപ്പം ചിലപ്പോ അതുകൊണ്ടായിരിക്കും ചില ആൾക്കാര് ഫീൽഡ് മാറുമ്പോ ഫ്ലോപ്പ് ആയി പോകുന്നത്. അതെ, ഫീൽഡ് മാറുമ്പോഴത്തേക്കും ഫ്ലോപ്പ് വരും, അസുഖം വരും. സപ്പോസ് അമിതാഭ് ബച്ചൻ നമ്മുടെ കോർപ്പറേഷനെ കൊണ്ടുവന്നത് അങ്ങനെ അതൊക്കെ അതായിരിക്കും പരാജയപ്പെട്ടു. പൊളിറ്റിക്സ് വന്നു അദ്ദേഹം. അതുപോലെ തന്നെ കമലഹാസൻ സിനിമ ഡയറക്ട് ചെയ്യാൻ പോയി, പരാജയത്തിലായിരുന്നു. അപ്പൊ നമുക്ക് ചില ക്വാളിറ്റീസും കോൺഫ്ലിക്റ്റ് അതിനെ കുറിച്ചൊരു ലോ ഓഫ് കർമ്മ ആയിരിക്കും. ലോ ഓഫ് കർമ്മയ്ക്കകത്ത് പറയുന്നത് 7 laws of spiritual success എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ദീപക് ചോപ്രയുടെ. ഓക്കെ, ദീപക് ചോപ്ര ഇന്ത്യൻ ഫിലോസഫിയിലെ ലോകത്തിലെ നമ്പർ 1 ആണ്. ഡോക്ടർ ദീപക് ചോപ്രയാണ്. അദ്ദേഹം അതിനകത്ത് 7 laws പറയുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ലോയിൽ അത് 3 എണ്ണമാണ് പറയുന്നത്. ആ ഒരു ലോയ്ക്കകത്ത് തന്നെ 3 കാര്യം പറയുന്നത്. നമ്മളിൽ ഓരോരുത്തരിലും ഒരു യുണീക്ക് ടാലന്റ്, യുണീക്ക് എന്ന് പറയുന്നത് തമ്മിൽ വർഷം പറയണേ, വേറെ ആരും ഇല്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഒരു യുണീക്ക് ടാലന്റ് കുടികൊള്ളുന്നുണ്ട്. ആ യുണീക്ക് ടാലന്റിനെ കണ്ടെത്തുക, മനസ്സിലാക്കുക, അറിയുക. ഓക്കെ, നിങ്ങൾ ഓരോരുത്തർക്കും നമ്മൾ ഓരോരുത്തരും ഒരു യുണീക്ക് ടാലന്റ്, എന്ന് പറഞ്ഞാൽ അത് വേറെ ആൾക്കില്ല. അതുപോലത്തെ നമുക്ക് മാത്രമേ ഉള്ളൂ, നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ. ഒരു യുണീക്ക് ടാലന്റ് നമ്മളിൽ കുടികൊള്ളുന്നുണ്ട്. അതിനെ മനസ്സിലാക്കി രണ്ടാമത്തെ പോയിന്റ്, ആ ടാലന്റ് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അതുകൊണ്ട് ജീവിതത്തിൽ മാറ്റം വരുത്താവുന്ന, നേട്ടം വരുത്താവുന്ന, ജീവിതമേ ചേഞ്ച് ചെയ്യാവുന്ന ഒരു സമൂഹം വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ ടാലന്റ് നമ്മൾ പുറത്തേക്ക് കൊടുക്കുമ്പോൾ ആ ടാലന്റ് സ്വീകരിച്ചിട്ട് ജീവിതം മാറ്റം വരുത്താവുന്ന, ജീവിതത്തെ റിഫൈൻ ചെയ്യാവുന്ന, അല്ലെങ്കിൽ അവരുടെ ജീവിതമേ മാറിപ്പോകാവുന്ന ഒരു സമൂഹം വെയിറ്റ് ചെയ്യുന്നുണ്ട്. പോയിന്റ് നമ്പർ 2. പോയിന്റ് നമ്പർ 3, ഈ തിരിച്ചറിഞ്ഞ ടാലന്റ്
ആഗ്രഹിക്കുന്ന ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കുമ്പോൾ എന്റെ ആത്മസാക്ഷാത്കാരം നടന്നു. ആണെന്റെ ആത്മസാക്ഷാത്കാരം നടന്നു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ദ ഹൈയസ്റ്റ് പോയിന്റ് ഓഫ് സ്പിരിച്വാലിറ്റി. ദാറ്റ് ഇസ് ദ ലെവൽ ഓഫ് കർമ്മ. ഒരിക്കലും പറയാം, ഇച്ചിരി ടഫായി തോന്നുന്നുണ്ടോ? ഇല്ല. ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോഴത്തേക്ക് എന്നിലുള്ള യുണീക് ടാലന്റ് ആണ് ലോക കോടീശ്വരന്മാരുടെ മാനസികാവസ്ഥ ഒന്ന് പഠിച്ചിട്ട് എന്ത് പ്രത്യേക കഴിവ് കൊണ്ടാണ് അവർ കോടീശ്വരരാകുന്നത് എന്നുള്ളതിനെ മനസ്സിലാക്കാനുള്ള എനിക്കൊരു കഴിവുണ്ട്. അതുപോലെ തന്നെ എനിക്കുള്ള കഴിവാണ് ഇത് പറഞ്ഞ ആരെയും മനസ്സിലാക്കിക്കാൻ എനിക്കൊരു കഴിവുണ്ട്. ഇത് രണ്ടുമാണ് എന്റെ കഴിവുകൾ. വാട്ട് ഇസ് മൈ യൂണിക് കപ്പാസിറ്റി? ഞാൻ പഠിച്ച ലീഗൽ ക്വാളിഫിക്കേഷനോ റിസർച്ചോ അതല്ലെങ്കിൽ മാനേജ്മെന്റ് ക്വാളിഫിക്കേഷൻസോ ഇന്റർനാഷണൽ റിലേഷൻസിന്റെ ക്വാളിഫിക്കേഷനോ ഒന്നുമല്ല എന്റെ കഴിവ്. എന്റെ കഴിവ് ഞാൻ കണ്ടെത്തിയത് ലോകത്തിലുള്ള അനേകം കോടീശ്വരന്മാരെ കുറിച്ച് പഠിച്ചിട്ട് അവരുടെ തോട്ടിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു കഴിവുണ്ട്. ഇത് സാധാരണ ട്രെയിനേഴ്സിന് ഇല്ലാത്തൊരു കഴിവാണ്. അപ്പൊ ഞാൻ അത് യൂണീക്കാണ്, എനിക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ കണ്ടുപിടിച്ചു. നമ്പർ 2, ഇങ്ങനെ പൈസ ഉണ്ടാക്കാനും പോസിറ്റീവായിട്ടും ഒക്കെ ഇരിക്കുന്ന നിങ്ങളെ പോലെ ഒരുപാട് പേര് കേരളത്തിലെ മറ്റ് പല സ്ഥലങ്ങളിലും ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പൊ റിസീവ് ചെയ്യാനിരിക്കുന്നവരും. അപ്പൊ എന്നിലിരിക്കുന്ന ഞാൻ വളരെ സിൻസിയറായിട്ട് നല്ല സദുദ്ദേശത്തോടു കൂടി നിങ്ങളിലേക്ക് അത് പകർന്നു തരുമ്പോൾ ഞാൻ എന്റെ സ്പിരിച്വാലിറ്റി നടപ്പിലാക്കും. കൃത്യമായ എന്നതുപോലെ നിങ്ങളിൽ എന്തോ ഒരു വലിയ ഇപ്പൊ എന്നിലുള്ള കഴിയും വലിയൊരു ക്വാളിറ്റി നിങ്ങളുടെ മുന്നിലാണ്. ആ ക്വാളിറ്റിയെ നിങ്ങൾ കണ്ടെത്തുമ്പോൾ, ആ യുണീക്ക് ടാലന്റിനെ കണ്ടെത്തുമ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ നല്ല വീട് ചെയ്തു കൊടുക്കാനായിട്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖല ചെയ്തു കൊടുക്കാനായിട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്ന ഒരു സമൂഹം ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ സമൂഹത്തിന് വേണ്ടി ഇത് ചെയ്തു കൊടുക്കുക. അപ്പൊ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകാവുന്ന ആ ഒരു ഡിവൈൻ ഒരു അക്സെപ്റ്റൻസ്, അതാണ് സ്പിരിച്വാലിറ്റി. വ്യക്തമാകുന്നുണ്ടോ? ദിസ് ഈസ് കോൾഡ് ലോ ഓഫ് കർമ്മ. അപ്പൊ 7 ഇതുകൂടെ പറയുന്നത് ഞാൻ എന്റെ ഒരെണ്ണം മാത്രമേ പറഞ്ഞോളൂ. ഇവിടെ ഞാൻ 3 തിരിച്ചു. ഈ പറഞ്ഞ 1% 82% വെൽത്ത് ഉണ്ട്. അവരുമായിട്ടുള്ള വ്യത്യാസം മനസ്സിലായി. അപ്പൊ നിങ്ങൾ എന്താണെങ്കിലും ഇതിലേക്കായിരിക്കുമല്ലോ പോകുന്നത്. ഇതായിരിക്കില്ല നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യം. ഇത് ലോകത്തിലെ ബില്യണേഴ്സിന്റെ ഒരു റഫായിട്ടുള്ള ഒരു പഠനമാണ്. ലോകത്തിലെ മില്യണേഴ്സ് 1 മില്യൺ കഴിഞ്ഞു. 1 മില്യണിൽ കൂടുതൽ മില്യണേഴ്സ് ആയിപ്പോ എന്ന് പറഞ്ഞാൽ അതിനകത്ത് 5 കോടി രൂപ ഇന്ത്യൻ റുപ്പീസ് മുടക്കുള്ള ആളാണ് ഒരു മില്യണയർ, സ്വന്തമുള്ള ആളാണ്. അങ്ങനത്തെ 1 മില്യൺ ആൾക്കാരുണ്ടെന്നാണ് കണക്കി പറയുന്നത്. പക്ഷെ 1 മില്യണും അല്ല, 2 മില്യണും അല്ല, 5 മില്യണും അല്ല. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കാരണം ഇപ്പൊ കേരളത്തിൽ 10 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ അവരുടെ സ്വത്ത് നിങ്ങൾക്ക് അറിയാം. മനഃശാക്തീകരണ ആശയങ്ങളിലേക്ക് സ്വാഗതം. മനസ്സിന്റെ ശക്തിയെക്കുറിച്ച് ലോകമെമ്പാടും ഇന്ന് വളരെ കാര്യമായ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോധമനസ്സിന് കേവലം 10% അതിൻ്റെ വ്യാപ്തിയെങ്കിൽ ഉപബോധ മനസ്സിൻ്റെ വ്യാപ്തി കിടക്കുന്നത് 90%. എന്നാൽ യഥാർത്ഥ പവറിലേക്ക് നമ്മൾ വരുമ്പോൾ ബോധമനസ്സിൻ്റെ 6000 ഇരട്ടി ശക്തിയിലേക്കാണ് ഉപബോധ മനസ്സ് നമ്മളെ കൊണ്ടുപോകുന്നത്. വെൽക്കം ടു മൈൻഡ് മാസ്റ്ററി ട്രെയിനേഴ്സ് ട്രെയിനിങ് വെബിനാർ, മാസ്റ്ററിങ് ദ മൈൻഡ്, മൈൻഡ് കൺട്രോൾ and conquering yourself, and you can unleash the hidden potentials of unlimited power from within you.